Hi traders, welcome back to Market Waves. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ നിഫ്റ്റി തന്നെ ആദ്യം പരിശോധിക്കാം. ഇന്നലെ 2/7/24 24,117 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഏതാണ്ട് 175ഓളം പോയിന്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തത് 24,291 എന്ന ലെവലിലായിരുന്നു. അതിനു മുകളിലായി നമ്മൾ കൃത്യമായും ഒരു റെസിസ്റ്റൻസ് ലെവൽ രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ എല്ലാ ദിവസവും നിഫ്റ്റി ഈ അടുത്ത ഇടയ്ക്കായി ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നാൽ അപ്പോൾ തന്നെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകും. അത് ഉടനെ ഒന്നുകിൽ ഇന്നലെ ക്ലോസ് ചെയ്ത ലെവലിലോ അല്ലെങ്കിൽ ഇന്നലെ തലേദിവസം രേഖപ്പെടുത്തിയ ഉയരത്തിന്റെ അടുത്തോ ഒക്കെ വന്നിട്ട് വീണ്ടും തിരിച്ചു പോവുകയാണ് ചെയ്യുക. അഥവാ കഴിഞ്ഞ ദിവസം തുടർച്ചയായി വീണ് താഴോട്ട് പോരുകയാണ് ചെയ്തത്. നമ്മൾ ഒരു യാത്ര പോകുമ്പോൾ, ഓരോ പ്രാവശ്യവും യാത്ര പോകുമ്പോൾ നമ്മുടെ അതാത് ദിവസങ്ങളിൽ യാത്ര ചെയ്യുന്ന റോഡിന്റെ വ്യത്യാസം, ഓരോ ഡെസ്റ്റിനേഷനിലേക്കുള്ള റോഡിന്റെ വ്യത്യാസം പോലെ തന്നെ ഓരോ ദിവസവും പ്രൈസിന്റെ മൂവ്മെന്റും ഒരു വ്യത്യസ്തമാണ്. ഇന്നത്തെ പാറ്റേൺ ആയിരിക്കില്ല നാളത്തെ പാറ്റേൺ ആയിരിക്കില്ല നാളെ കഴിഞ്ഞ്, ഈ കഴിഞ്ഞ ആഴ്ചത്തേതായിരിക്കില്ല ഇന്ന്. ഇങ്ങനെ അന്നന്ന് സഞ്ചരിക്കേണ്ട വഴി പ്രൈസ് അന്നന്ന് കാണിച്ചു തരികയാണ് ചെയ്യുന്നത് എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഇന്ന് എന്നാൽ ആദ്യമേ പ്രോഫിറ്റ് എടുത്തവർ ഖേദിക്കുകയാണ് ചെയ്തത്. അഥവാ ആദ്യമേ പ്രോഫിറ്റ് എടുത്ത് ട്രേഡിൽ നിന്നും വീണ്ടും ഫാൾ ചെയ്യുമെന്ന് കരുതിയവർ തീർച്ചയായും ഖേദിക്കുകയാണ് ചെയ്തത്. ആദ്യത്തെ 5 മിനിറ്റിൽ മാത്രം പ്രൈസ് സെല്ലിംഗ് തന്നു. അതിനുശേഷം വീണ്ടും പ്രൈസ് അപ്വേർഡ് സഞ്ചരിക്കുകയാണ് ചെയ്തത്, പുതിയ ഉയരം രേഖപ്പെടുത്തി. അപ്പോൾ വീണ്ടും കിട്ടിയ ഡിക്ലൈനിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ബൈയിങ് ഇൻഡിക്കേഷൻ തന്നെ നൽകുന്നു എന്ന് കരുതിയവർക്ക്, അത് തിരിച്ചറിയാൻ കഴിഞ്ഞവർക്ക് ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ലോ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകിയിരുന്നെങ്കിൽ സാമാന്യം ഭേദപ്പെട്ട ടാർഗറ്റ് കിട്ടുമായിരുന്നു. എന്നാൽ ഇന്ന് മൊത്തത്തിൽ ഒരു കൺസോളിഡേഷൻ ആണ് ഈ ഏരിയയിൽ. കൃത്യമായി നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന ലെവലിനുള്ളിൽ തന്നെ ഒരു കൺസോളിഡേഷൻ ആണ് ആദ്യത്തെ ഒരു 15-20 മിനിറ്റിന് ശേഷം, ഒരു അരമണിക്കൂറിന് ശേഷമുള്ള സമയം സഞ്ചരിച്ചത് എന്നതാണ് കാണാൻ കഴിയുന്നത്. എന്നാൽ ഇവിടെയും ട്രേഡബിൾ ആയിരുന്നു. പക്ഷേ ഓപ്ഷൻ ബയേഴ്സിനെ എപ്പോഴും കൊടുക്കുന്ന, ബുദ്ധിമുട്ടിപ്പിക്കുന്ന, നഷ്ടം വരുത്തുന്ന ഒരു മേഖലയാണ്, ഒരു പീരീഡാണ്, ഒരു ഫേസാണ് ഈ കൺസോളിഡേഷൻ എന്ന് പറയുന്നത്. അവിടെ അത്രയും വൈദഗ്ധ്യമുണ്ടെങ്കിൽ മാത്രമേ ലോസ് ഇല്ലാതെ നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് ട്രേഡിംഗ് പഠിക്കേണ്ടതുണ്ട്. അതിന് നിരന്തരം പ്രൈസുമായി ഇടപെട്ടാൽ പ്രൈസ് എങ്ങനെ മൂവ് ചെയ്യുന്നു എന്ന് തിരിച്ചറിയാനുള്ള ഒരു ശ്രമം, ട്രേഡ് ചെയ്യാൻ ധൃതി വെക്കുന്നതിനേക്കാളും മുൻപേ ഇതെങ്ങനെ മൂവ് ചെയ്യുന്നു എന്ന് ഒന്ന് കണ്ടെത്താൻ ശ്രമിക്കുമ്പോഴാണ് സാധ്യമാവുക എന്നതാണ് എൻ്റെ അനുഭവത്തിൽ നിന്നും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. ഇന്നലത്തെ എൻ്റെ വീഡിയോ യാദൃശ്ചികവശാൽ എൻ്റെ സാഹചര്യ പ്രശ്നം കൊണ്ട് തന്നെ, എൻ്റെ കുഴപ്പം കൊണ്ട് തന്നെ വളരെ വൈകിയാണ് പോസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത്. അതിന് വളരെ വ്യൂവും കുറവായിരുന്നു. സാധാരണ ലഭിക്കുന്ന വ്യൂവിൻ്റെ പകുതി വ്യൂവേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അതിനകത്തുനിന്ന് എനിക്ക് സാമ്പത്തിക വരുമാനം കുറഞ്ഞേക്കാം. പക്ഷെ നിരന്തരം എന്നെ കാണാൻ ശ്രമിച്ചിരുന്നവർ കാണാതെ വരുമ്പോൾ കഴിഞ്ഞ ദിവസം, ഇന്നലെ ഞാൻ പറഞ്ഞ ഒട്ടനവധി കാര്യമുണ്ടായേക്കാം. വെറും ട്രേഡിംഗ് അനാലിസിസ് മാത്രമല്ല, പുതുതായി കടന്നു വരുന്നവർ തീർച്ചയായും ഇത് പഠിക്കണമെന്നും അവർ ഒരു പോസിറ്റീവ് ട്രേഡിംഗ് ചെയ്യണമെന്നും അവർക്ക് പ്രോഫിറ്റബിൾ ട്രേഡറായി മാറാൻ കഴിയണമെന്നും എന്നുള്ള എൻ്റെ ഒരു താല്പര്യവും കൂടിയാണ് ഞാൻ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാനുള്ള കാരണം. അപ്പോൾ ആ തരത്തിൽ എനിക്ക് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ചിലർക്കെങ്കിലും കേൾക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. താല്പര്യമുള്ളവർ ഇന്നലത്തെ വീഡിയോ കാണുന്നത് നന്നായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇന്നത്തെ ട്രേഡിംഗ് ചാൻസ് ഇങ്ങനെയായിരുന്നു. ഇവിടെ സെല്ല് ചെയ്യാം, ഉടനെ തന്നെ പ്രൈസ് അപ്വേർഡ് സഞ്ചരിക്കുന്നു എന്നൊരു തോന്നലുണ്ടായവർക്ക് ഇവിടെ നിന്നും, ആ ഒരു തിരിച്ചറിയാൻ കഴിഞ്ഞവർക്ക് ഇവിടെ നിന്നും ബൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഡേയ്സ് ഹൈ വീണ്ടും ടാർഗറ്റ് കിട്ടി, വീണ്ടും ഡിക്ലൈൻ തന്നപ്പോൾ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ബൈയിങ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്തപ്പോൾ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി. അപ്പോൾ വീണ്ടും പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരം മാത്രമാണ്, അത് ലഭിച്ചിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ മൂവ്മെന്റിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളെ എന്ത് ട്രേഡാണ് ചെയ്യാൻ കഴിയുക എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അഥവാ നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്തായിരിക്കാം എന്നറിയാം.
24,334 എന്ന ലെവലാണ് ആദ്യമായി ലഭിച്ചേക്കാവുന്ന റെസിസ്റ്റൻസ് എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് അത് ഞാൻ ആ പ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ 24,258 എന്ന ലെവലാണ് ഞാൻ ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് സോൺ, പ്രധാന സപ്പോർട്ട് സോൺ ആയി കണക്കാക്കുന്നത്. ഇതിനിടയിൽ 24,282 എന്ന് പറയുന്ന ഒരു മൈനർ സപ്പോർട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നാളെ ഇന്ന് ക്ലോസ് ചെയ്ത ഏരിയയിൽ തന്നെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് നൽകുന്നതെങ്കിൽ, ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ ആണ് നൽകുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ ഏതാണോ അത് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് തീർച്ചയായും 24,334 എന്ന് പറയുന്ന ടാർഗറ്റ് തന്നെയാണ്. അതിനു മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷനിൽ തന്നെ മൂവ് ചെയ്യുന്നു എന്ന് ഫീൽ ചെയ്താൽ, അങ്ങനെ ഒരു ഇൻഡിക്കേഷൻ ആണ് എനിക്ക് ലഭിക്കുന്നതെങ്കിൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. പ്രതീക്ഷിക്കുന്ന അപ്പോഴത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരം തന്നെയാണ്. എന്നാൽ അതിനു മുകളിൽ ക്ലോസ് ആവുകയാണ് എങ്കിൽ, അതായത് 24,351 എന്ന ലെവലിന് മുകളിൽ ക്ലോസ് ആവുകയാണെങ്കിൽ പുതിയ ഉയരം നൽകിയേക്കാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ, അങ്ങനെ വീണ്ടും ഒരു പുതിയ ഹൈ ലഭിക്കുമെന്ന് തോന്നിയാൽ ആ ടാർഗറ്റ് ഞാൻ അപ്പോൾ തന്നെ നിഫ്റ്റിയുടേത് തീർച്ചയായും നമ്മുടെ പബ്ലിക് ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ. എന്നാൽ ഇവിടെ നാളെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എങ്കിൽ, അങ്ങനെ ഒരു ഇൻഡിക്കേഷൻ ആണ് പ്രൈസ് ആക്ഷൻ പ്രകാരം നൽകുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ആദ്യത്തെ സപ്പോർട്ടായ പ്രധാന സപ്പോർട്ടായ 24,258 എന്ന ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിലെങ്കിലും ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ, അങ്ങനെയാണ് കാണിക്കുന്നത് പ്രൈസ് ആക്ഷൻ പ്രകാരമെങ്കിൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ തന്നെയാണ്. എന്നാൽ അതിന് താഴെ വീണ്ടും ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക ആണെങ്കിൽ, അതായത് 24,236 എന്ന ലെവലിന് താഴെയൊക്കെ ക്ലോസ് ആവുകയാണ് എങ്കിൽ പ്രൈസ് ഒരുപക്ഷെ അല്പം കൂടി ഡിക്ലൈൻ താഴേക്ക് സഞ്ചരിച്ചേക്കാം എന്നാണ് ഞാൻ കണക്കാക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നത്. അത് 24,207, 24,168, 24,128, 24,100, 24,055 എന്നിങ്ങനെയാണ് ഇവിടെ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് വീഡിയോ പോസ്റ്റ് ചെയ്ത് താല്പര്യമുള്ളവർക്ക് കാണാവുന്നതാണ്. അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് നാളത്തെ ട്രേഡിംഗ് ലെവൽ എന്ന് പരിശോധിക്കാം. 53,193 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന റെസിസ്റ്റൻസ് ലെവലായി ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ 52,966 എന്ന ലെവൽ ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് സോണായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ചെറിയ റേഞ്ചാണ് ഈ തവണ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത് ബാങ്ക് നിഫ്റ്റിക്ക്. അപ്പോൾ ഈ ഏരിയയിൽ ഒരു ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് പ്രധാന റെസിസ്റ്റൻസിന് മുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള 53,193 എന്ന ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരം തന്നെയാണെങ്കിലും അതിനു മുകളിൽ ക്ലോസ് ആവുക എന്ന് പറഞ്ഞാൽ 53,258 എന്ന ഇന്നത്തെ ഉയരത്തിന് മുകളിൽ ക്ലോസ് ആവുക എന്ന് പറഞ്ഞാൽ പ്രൈസ് വീണ്ടും അപ്വേർഡ് സഞ്ചരിച്ചേക്കാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാമെന്ന് കരുതുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 53,373, 53,494 എന്നീ ലെവലുകളാണ് ഞാൻ അങ്ങനെ ഒരു ടാർഗറ്റായി കാണുന്നത്. എന്നാൽ ഇതിനു മുകളിൽ കിടക്കുകയാണെങ്കിൽ വീണ്ടും പ്രൈസ് അപ്വേർഡ് സഞ്ചരിക്കുമെന്ന് ഫീൽ ചെയ്താൽ ആ ടാർഗറ്റുകൾ എനിക്ക് എൻ്റെ ഒരു റീഡിംഗ് പ്രകാരമുള്ള ടാർഗറ്റുകൾ ഞാൻ ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ ആണ് നൽകുന്നത് എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ അഥവാ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ്
52,966 എന്ന പ്രധാന സപ്പോർട്ട്, ആദ്യത്തെ സപ്പോർട്ട് ലെവലാണ്. അതിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ക്ലോസ് ആവുകയാണ് എങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന അപ് മൂവിൽ ഡേയ്സ് കൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ 1 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് കൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോഴും പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്. എന്നാൽ അതിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് ഡിക്ലൈൻ സഞ്ചരിച്ചേക്കാം, ഡൗൺവേർഡ് മൂവ് ചെയ്തേക്കാം എന്നാണ് ഞാൻ കണക്കാക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. അവ 52,832, 686, 511, 418, 328, 226 എന്നിങ്ങനെയാണ്. 52,079 എന്ന ലെവൽ വീണ്ടും ഒരു പ്രധാന സപ്പോർട്ടായി നിലകൊണ്ടേക്കാം. 52,414, 418 ഒരു പ്രധാന സപ്പോർട്ട് ലെവലായി തന്നെയാണ് ഞാൻ കാണുന്നത്. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അടുത്തതായി സെൻസെക്സിൽ എന്താണ് നമ്മുടെ ലെവൽ എന്ന് നോക്കാം. 80,170 എന്നതാണ് പ്രധാന റെസിസ്റ്റൻസ് ലെവലായി ഞാൻ കാണുന്നത്. 79,932 ആണ് ആദ്യമായി ലഭിച്ചേക്കാവുന്ന കരുതുന്ന പ്രധാന സപ്പോർട്ട് സോൺ. അപ്പോൾ ഈ ഏരിയയിൽ തന്നെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് സഞ്ചരിക്കുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷണൽ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഇന്ന് രേഖപ്പെടുത്തിയ ഉയരമായ 80,000 എന്ന ലെവലിന് 80,075 എന്ന ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷണൽ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിൽ വീണ്ടും പ്രൈസ് സഞ്ചരിക്കുന്നു എന്ന് ഫീൽ ചെയ്താൽ ലഭിക്കാമെന്ന് കരുതുന്ന ടാർഗറ്റുകളാണ് 80,127, 170, 216 എന്നിങ്ങനെ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ അതിന് മുകളിൽ വീണ്ടും പ്രൈസ് സഞ്ചരിക്കും എന്ന് ഫീൽ ചെയ്താൽ തീർച്ചയായും ഞാൻ എൻ്റെ ഒരു ടാർഗറ്റ് ലെവലുകൾ ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യാൻ പരിശ്രമിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും അത് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുന്നത് താല്പര്യമുള്ളവർക്ക് ഗുണകരമായിരിക്കുമെന്ന് കരുതുന്നു. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ഇവിടെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു സെല്ലിംഗ് ഡയറക്ഷനാണ് നൽകുന്നത് എങ്കിൽ പ്രൈസ് ആക്ഷൻ പ്രകാരം അങ്ങനെയാണ് ചെറിയ ടൈം ഫ്രെയിമുകൾ എനിക്ക് ഒരു ഇൻഡിക്കേഷൻ നൽകുന്നത് എങ്കിൽ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ ഏതോ അത് ഒരു സ്റ്റോപ്പ് ലോസ് പോയിന്റ് ആയി കണക്കാക്കിക്കൊണ്ട് ഞാൻ ഡൗൺവേർഡ് ഡയറക്ഷണൽ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ആദ്യം ലഭിക്കുമെന്ന് കരുതിയ സപ്പോർട്ടിന് താഴെ, അതായത് 79,932 എന്ന ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന അപ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോഴും പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ്. എന്നാൽ അതിന് താഴെയായി, അതായത് 79,832 എന്ന ലെവലിനൊക്കെ താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആകുന്നു എന്ന് വന്നാൽ പ്രൈസ് ഡിക്ലൈൻ സഞ്ചരിച്ചേക്കാം, ഡൗൺവേർഡ് ആയേക്കാം എന്നാണ് ഞാൻ കണക്കാക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നത്. അത് 79,752, 675, 637, 568, 382 എന്നിങ്ങനെയുള്ള ലെവലുകളാണ്. നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. താല്പര്യമുള്ളവർ വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം സൂം ചെയ്താൽ വ്യക്തമായി കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ 3 ഇൻഡെക്സുകളുടെയും നമ്മുടെ ഡെയിലിയുള്ള ട്രേഡിംഗ് പ്ലാൻ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് കരുതുന്നത്. ഞാൻ ഇത് എൻ്റെ ആവശ്യത്തിന് വേണ്ടി തയ്യാറാക്കുന്നതാണ്. ഞാൻ ട്രേഡ് ചെയ്യാൻ ഉപയോഗിക്കാൻ വേണ്ടി തന്നെ തയ്യാറാക്കുന്ന പ്ലാനുകളാണ്. നിങ്ങൾക്കും ഉപയോഗിക്കാം. പതിവ് പോലെ തന്നെ ഇത് നിങ്ങളുടെ ഉത്തരവാദിത്തമായിരിക്കും. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായി, നിങ്ങൾക്കും ഗുണകരമായേക്കാം എന്ന തോന്നലുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തുടർച്ചയായി കാണുന്നവർ എന്തായിരുന്നാലും ട്രേഡിംഗിൽ മെച്ചപ്പെടും. ഒരു 3 മാസം തുടർച്ചയായി മാർക്കറ്റ് വേവ്സ് എന്ന എൻ്റെ ചാനൽ കാണുന്നവർ തീർച്ചയായും ട്രേഡിംഗ് പഠിക്കും. അതല്ലെങ്കിൽ അവരുടെ ട്രേഡിംഗ് ലെവലുകൾ രീതി മെച്ചപ്പെടുമെന്ന് എൻ്റെ ഈ ചാനലിൻ്റെ തുടക്കകാലത്ത് തന്നെ ഞാൻ പറഞ്ഞു വന്നിരുന്നതാണ്. സംശയമുള്ളവർക്ക് എൻ്റെ ആദ്യ ഭാഗത്തെ ഉള്ള വീഡിയോകൾ പരിശോധിക്കാം. ഞാനൊന്നും പിൻവലിച്ചിട്ടില്ല, അത് പരിശോധിക്കാവുന്നതാണ്. തീർച്ചയായും അത്
വളരെ സത്യമായ എൻ്റെ ഒരു പ്രതീക്ഷയായിരുന്നു. എല്ലാവരും ടാർഗറ്റ് ഇത് ട്രേഡിംഗ് പഠിക്കണമെന്നുള്ളത് ഒരാഗ്രഹമായിരുന്നു. കാരണം ഞാൻ ഇറങ്ങി വരുന്ന ഈ മേഖലയിലോട്ട് കടന്നു വരുന്ന സമയത്ത് എനിക്ക് ഇത്തരത്തിലുള്ള ഒരു ഒരു ഡെയിലി അനാലിസിസ് അല്ലെങ്കിൽ അങ്ങനെ സംസാരിക്കാൻ ഒരാളും കിട്ടിയിരുന്നില്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു. എന്നാൽ ഇത് ഇത്തരത്തിൽ ഇന്ന് പുതിയതായി കടന്നു വരുന്നവർക്ക് ഗുണകരമായേക്കും എന്ന ചിന്തയിലൂടെയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. അപ്പോൾ സ്ഥിരമായി ഇത് കണ്ടുവന്നവർക്ക് അവരുടെ ട്രേഡിംഗ് ഐഡിയ മാറുകയും പ്രോഫിറ്റബിൾ ട്രേഡർ ആകാൻ കഴിയുന്നു എന്നുള്ളതിൻ്റെയും സാക്ഷ്യങ്ങളാണ് പലപ്പോഴും അവരെനിക്ക് അയച്ചു തരുന്ന പ്രോഫിറ്റ്, അവരുടെ P&L, അതുപോലെ തന്നെ അവരുടെ ശബ്ദ സന്ദേശം, അവരുടെ താല്പര്യത്തിൽ തന്നെ നമ്മുടെ പബ്ലിക് ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് തന്നിട്ടുള്ളതൊക്കെ അത് അവർ മെച്ചപ്പെട്ടു എന്നത് കാണിക്കാനും മറ്റുള്ളവർക്ക് അതൊരു പ്രചോദനമാകാനുമാണ് എന്നാണ് ഞാൻ കരുതിയിട്ടുള്ളത്. അത്തരത്തിൽ ഒരാളെങ്കിലും ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആയി മാറിയിട്ടുണ്ട് എൻ്റെ ചാനൽ നിരന്തരം ശ്രദ്ധിക്കുന്നതിലൂടെ എങ്കിൽ ഞാൻ പ്രോഫിറ്റാണ്. ഞാൻ ഈ ചാനൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നതിൽ ഞാൻ ലാഭകരമാണ്, എനിക്ക് ലാഭമാണ് എന്നാണ് കണക്കാക്കുന്നത്. ഇതിനകത്തുള്ള സാമ്പത്തിക വരുമാനമല്ല മാത്രമല്ല അതിനപ്പുറം ഒരാളെയെങ്കിലും ഇത്തരം ഒരു കാര്യം പഠിപ്പിക്കാൻ കഴിയുക എന്ന് പറയുന്നതും വളരെ ഗുണകരമായ ഒരു കാര്യമാണ് എന്ന എൻ്റെ ഒരു തിരിച്ചറിവാണ് ഇത്തരം ഒരു ചാനൽ കണ്ടക്ട് ചെയ്യാനുള്ള എൻ്റെ പ്രധാന പ്രേരണ എന്ന് നിങ്ങളെ അറിയിക്കുക, നിങ്ങളോട് അതൊന്ന് സംവദിക്കുക എന്നാണ് ഞാൻ കരുതിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ, തീർച്ചയായും ഗുണകരമാകുന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. നാളെയും നല്ല പ്രോഫിറ്റ് നൽകുന്ന ഒരു ദിവസമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക്